ഇന്ത്യ ടുഡേ ദേശീയ തലത്തിൽ മൂഡ് ഓഫ് ദ നേഷൻ എന്ന പേരിൽ ഒരു സർവേ നടത്താറുണ്ട്. പ്രമുഖ പോൾ ഏജൻസിയായ സീ വോട്ടറുമായി ചേർന്നാണ് ഇന്ത്യ ടുഡേ ഈ സർവേ സംഘടിപ്പിക്കുന്നത്. ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളെക്കുറിച്ചും ചില പ്രധാനപ്പെട്ട സൂചനകൾ അല്ലെങ്കിൽ നിഗമനങ്ങൾ ഈ സർവേ ഫലങ്ങളിലുണ്ട്. ഒന്നാമതായിട്ട് മഹാരാഷ്ട്ര. അവിടേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഈ വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ NDF സഖ്യത്തിന് കിട്ടിയത്, അവിടുത്തെ ഭരണമുന്നണിക്ക് കിട്ടിയത് 17 സീറ്റാണ്. അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന്, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന് 30 സീറ്റും ലഭിച്ചു. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസിനും BJPക്കും 3 സീറ്റ് വീതം കൂടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ഈ സർവേയിൽ പറയുന്നു. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ട്രെൻഡ് തന്നെയാണ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാന രാഷ്ട്രീയമാവുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പാവുമ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മാറാം. ജനങ്ങളുടെ മുൻഗണനയ്ക്കും അതുപോലെ തന്നെ ജനങ്ങൾ നൽകുന്ന പ്രാധാന്യത്തിനുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം. പക്ഷേ എങ്കിൽ പോലും മഹാരാഷ്ട്രയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് ഈ സർവേ ചില സൂചനകൾ നൽകുന്നുണ്ട്. ഹരിയാനയിൽ ഇപ്പോൾ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നാൽ ആകെയുള്ള 10 സീറ്റിൽ 6 കോൺഗ്രസ്സിന് ലഭിക്കുമെന്നാണ് സർവേ പറയുന്നത്. മൂഡ് ഓഫ് ദ നേഷൻ അവർ പറയുന്നത് അങ്ങനെയാണ്. അതായത് 5-ൽ നിന്ന് 6 വർദ്ധിക്കും. BJPയുടെ സീറ്റ് നിലയാവട്ടെ 5-ൽ നിന്ന് 4 കുറയുകയും ചെയ്യും. ഇത് ഒരുപക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അവിടെ നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയായി കണക്കാക്കാം. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ്. ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ ചില പ്രത്യേക അവകാശങ്ങൾ ഉണ്ടായിരുന്നത് അത് റദ്ദു ചെയ്തു. അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതുമാണ്. അവിടുത്തെ 5 ലോക്സഭാ സീറ്റുകളിൽ 2 BJPയും 2 നാഷണൽ കോൺഫറൻസുമാണ് കഴിഞ്ഞ തവണ നേടിയത്. ഒരു സീറ്റിൽ സ്വതന്ത്രൻ വിജയിക്കുകയും ചെയ്തു. ഈ സർവേ അനുസരിച്ചിട്ട്, ഇന്ത്യ ടുഡേ സർവേ അതനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ BJPയുടെയും നാഷണൽ കോൺഫറൻസിൻ്റെയും 2 സീറ്റുകൾ നിലനിർത്താൻ അവർക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിച്ച് സീറ്റൊന്നും ലഭിക്കാതെ പോയ PDPക്ക് 1 സീറ്റ് ലഭിച്ചേക്കാം. PDP ഒരു BJP വിരുദ്ധ പാർട്ടിയാണ്. അതുമാത്രമല്ല, ഇന്ത്യ ബ്ലോക്കുമായിട്ട് ദേശീയ തലത്തിൽ സഹകരിക്കുന്ന ഒരു പാർട്ടിയാണ്. പക്ഷേ ഈ സർവേ ഫലം കഴിഞ്ഞ ദിവസം കോൺഗ്രസും നാഷണൽ കോൺഫറൻസും തമ്മിലുണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് ധാരണയുടെ, സഖ്യ ധാരണയുടെ പശ്ചാത്തലത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നാഷണൽ കോൺഫറൻസും PDPയും തമ്മിൽ ഈ സീറ്റ് വിഭജനം സംബന്ധിച്ച തർക്കം തീരാതെ വന്നതിനെ തുടർന്ന് അവരെ ഒഴിവാക്കി കോൺഗ്രസും നാഷണൽ കോൺഫറൻസുമായി ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരുപക്ഷെ PDP കൂടെ ആ മുന്നണിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അവിടെ വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ഒരുപക്ഷെ ജമ്മു കാശ്മീർ പിടിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. അതുവഴി BJPക്ക് NDAക്ക് ഒരു വലിയ ആഘാതം ഏൽപ്പിക്കാനും പറ്റുമായിരുന്നു. പക്ഷേ അതിൻ്റെ സാധ്യതകൾ മങ്ങുകയാണ്. ഇനിയിപ്പോൾ അവിടെ ഒരു ത്രികോണ മത്സരത്തിൻ്റെ സാധ്യതകളാണ് ഉയരുന്നത്. കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ഒരു ഭാഗത്ത്, NDA മറുഭാഗത്ത്, ഒരു 3-ാം കക്ഷിയായിട്ട് PDPയും മത്സരിക്കും. അവർക്കൊരു സീറ്റ് ജയിക്കാൻ സാധ്യതയുണ്ടെന്നും ഈ ഇന്ത്യ ടുഡേ സർവേ പറയുന്നു. അപ്പോൾ ജമ്മു കാശ്മീരിൽ ഏതെങ്കിലും കക്ഷിക്കോ മുന്നണിക്കോ ഭൂരിപക്ഷമുള്ള ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യതകൾ മെല്ലെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ജാർഖണ്ഡ്, അവിടെ 14 സീറ്റാണുള്ളത്. ഇപ്പോൾ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് നടക്കുകയാണെങ്കിൽ അതിൽ 11 സീറ്റും BJP നേതൃത്വത്തിലുള്ള NDA മുന്നണിക്ക് ലഭിക്കും എന്നാണ് മൂഡ് ഓഫ് ദ നേഷൻ സർവേ അഭിപ്രായപ്പെടുന്നത്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 2 സീറ്റ് കൂടുതൽ. ആ 2 സീറ്റ് നഷ്ടപ്പെടുന്നത് ഇന്ത്യ മുന്നണിക്കാണ്. നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം
വളരെ കൃത്യമായ ചില ദിശാസൂചനകൾ നൽകുന്ന ഒന്നാണ് മൂഡ് ഓഫ് ദ നേഷൻ സർവേയുടെ ഫലങ്ങളായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ ദേശീയ പാർട്ടികൾ ഈ സർവേ ഫലത്തിൽ നിന്ന് പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കാം.